സമയത്ത് ഞാൻ എന്തോ ഈ ഒരുങ്ങി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഗുരുവായൂർ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുക. ഇപ്പം വണ്ടി വരും. അപ്പോൾ കൊല്ലത്തുനിന്ന് ഇന്നോവ വരുന്നുണ്ട്. അപ്പോൾ കൊല്ലത്തു നിന്നുള്ളവർ അതിനകത്ത് അനിയത്തിയൊക്കെ വരുന്നുണ്ട്, സൈചേട്ടനും അനിയത്തിയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്ലാറ്റിൽ വരും. അപ്പം ഇവിടുന്ന് എന്നെയും കൂടെ കൊണ്ടുപോകും അങ്ങോട്ട്. ഐശ്വര്യം കുഞ്ഞും ജിത്തുമൊക്കെ നാളെ രാവിലെ വരും. അപ്പം ഞാൻ ഇന്ന് അവരുടെ വണ്ടിയിലങ്ങ് പോവാന്ന്. അപ്പോൾ എനിക്കിനി അവിടെ ചെന്ന് കുളിച്ച് റെഡി ആവണ്ടല്ലോ. ഞാൻ ഇവിടുന്ന് റെഡിയായി അങ്ങ് പോയാലേ അമ്പലത്തിൽ നാളെ ആങ്ങളുടെ മോടെ അരങ്ങേറ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നേ പോകുന്നത്. കുറച്ച് പേര് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞങ്ങൾ ഇന്നിപ്പം പോവാനായിട്ട് റെഡിയായി നിൽക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഉടുത്തേക്കുന്ന സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കണ്ട ഒരു ബ്ലാക്കിനകത്ത് ഈ ഒരു ലൈൻ വന്നിട്ട് ഒരു ചെക്ക് പോലത്തെ ലൈൻ വന്നിട്ട് ബ്ലാക്ക് കളറിലെ ബ്ലാക്കിനകത്ത് യെല്ലോ കളറിലെ ബോർഡർ വന്നേക്കുന്ന ബ്ലൗസും അത് തന്നെയാണ്. ഞാൻ ഒരെണ്ണം എടുത്ത് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരെണ്ണം എടുത്ത് തയ്പ്പിച്ച്. അപ്പം ഞാൻ തയ്പ്പിച്ചിട്ട് ഞാൻ ഉടുത്ത ലുക്കാണ് ഈ കാണുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. കോട്ടൺ സാരി കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. പ്രാർത്ഥന ഡിസൈൻസിൻ്റെ സാരിയാണ് ഇത്. അതാ ഞാൻ ഒരെണ്ണം എടുത്തെന്ന് പറഞ്ഞത്. കണ്ടപ്പം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തൊരെണ്ണം. നല്ല സാരി കേട്ടോ, നല്ല കോട്ടൺ സാരി. ഉടുത്താലും ഒതുങ്ങി നിൽക്കുന്ന സാരി ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉടുത്താലും നമുക്ക് ആ ഇങ്ങനെ പടപണ്ടാരായിട്ടൊന്നും നിൽക്കത്തില്ല, അങ്ങനെ നിൽക്കും നല്ല സ്റ്റൈലായിട്ട്. ഇത് സുങ്കിടി കോട്ടൺ സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നെയ്ത്തെടുത്തത് തന്നെയാണ് കേട്ടോ, മെഷീൻ അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ ഇംപെർഫെക്ഷൻസ് ആണ്. ഇവർ ഡൈ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ഇത് ആ ഒരു ലൈക്ക് ആൾക്കാർ ഡിറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും അവരുടെ എഫേർട്സ് വെച്ചിട്ട് ഇതിൻ്റെ ഇംപെർഫെക്ഷൻസ് ആണ്. ഇതിൻ്റെയൊക്കെ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു പാറ്റേൺ കണ്ടോ, പ്രോപ്പർ ഒരു മെഷീൻ പ്രിൻ്റോ അങ്ങനെയല്ല. ഈ ഇംപെർഫെക്ഷൻസ് ആണ് ഇതിനെ ബ്യൂട്ടിഫുൾ ആക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ സുങ്കിടി കോട്ടൺ സാരി. അപ്പോൾ ഗുരുവായൂരത്തെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ എടുക്കാം. വണ്ടി വന്ന് കേട്ടോ, പക്ഷെ സെക്യൂരിറ്റി അകത്തോട്ട് കയറ്റി വിടത്തില്ല. അങ്ങനെ ഐശ്വര്യ താഴെ പോയിട്ടുണ്ട്. അങ്ങനെ ദാണ്ട വണ്ടി അകത്ത് കയറി വരുന്നുണ്ട് കേട്ടോ. ഹായ് കുഞ്ഞാമി, ബൈ ബൈ. അപ്പോൾ കുഞ്ഞാമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് 2:45 ആയപ്പോൾ ചെന്ന്. ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ, ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ജനമായിരുന്നു. രാത്രിയിൽ 12 മണിക്ക് വരിക്ക് നിന്നവരും വെളുപ്പിന് 8 മണിയായിട്ടും അവർക്ക് പോലും അമ്പലത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റിയില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. 10 മണിക്കായിരുന്നു മോളുടെ പ്രോഗ്രാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ദാണ്ട ഓഡിറ്റോറിയത്തിൽ, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുക.
ഉച്ചയ്ക്ക് 1 മണിയൊക്കെ കഴിയുമ്പോഴും അമ്പലത്തിൽ തൊഴാനുള്ള വരി അങ്ങ് നിൽക്കുക കേട്ടോ. അത്രയ്ക്ക് വരിയായിരുന്നു, അത്രയ്ക്ക് ജനമായിരുന്നു, ഭയങ്കര ജനത്തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ പ്രാർത്ഥന മോളുണ്ടല്ലോ, ഇപ്പോൾ 1.5 വയസ്സായി. ഇപ്പോൾ പുള്ളിക്കാരത്തേക്ക് അങ്ങ് ഓടി നടക്കണം എല്ലായിടും. അപ്പോൾ ഇച്ചിരി സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിലത്തോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഓടുക ചെയ്യുക. നമ്മൾ പിടിക്കാനൊന്നും ഒന്നും ഇഷ്ടമല്ല, ഓടണം. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റിലല്ലേ, അതുകൊണ്ട് ഇച്ചിരി മുറ്റമോ ഇച്ചിരി സ്ഥലമോ ഒക്കെ കിട്ടിയാൽ പുള്ളിക്കാരത്തി അങ്ങ് ഓടിക്കളയുക ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളുപ്പിനെ ഒരു 3:30 ആയപ്പോഴും നല്ല മഴ പെയ്ത് ഗുരുവായൂർ. ഉച്ചയായപ്പോഴും നല്ല മഴ പെയ്ത്.
മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളത് എന്തായാലും 10 മണിയായപ്പം തുടങ്ങി. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് ഞങ്ങൾ എറണാകുളത്തെ ഫ്ലാറ്റിലേക്ക് പോവുക. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.